DMKയുടെ സഖ്യകക്ഷിയാകാനുള്ള PV അൻവറിന്റെ നീക്കത്തിന് വൻ തിരിച്ചടി. MK സ്റ്റാലിനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് അൻവറിന് അനുമതി നിഷേധിച്ചു. സഖ്യകക്ഷികളിൽ നിന്നും വിമതരായി എത്തുന്നവരോട് താൽപര്യമില്ലെന്നും അൻവറുമായി ചർച്ചകൾ നടന്നിട്ടില്ലെന്നും DMK വക്താവ് TKS ഇളങ്കോവൻ വ്യക്തമാക്കി. CPIM-നെ വെല്ലുവിളിച്ച് ഇടതുപക്ഷത്തു നിന്നും പുറത്തുപോയ PV അൻവറിന്റെ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് വലിയ തിരിച്ചടിയാണ് DMKയുടെ നിലപാട്. ഒരേ പേരിൽ പാർട്ടി രൂപീകരിച്ച് തമിഴ്നാട്ടിലെ ഭരണകക്ഷിയുടെ ഭാഗമാകാൻ നീക്കം ആരംഭിച്ച അൻവറിനെ പൂർണ്ണമായും തള്ളുകയാണ് DMK നേതൃത്വം. പാർട്ടി അധ്യക്ഷനും തമിഴ്നാട് മുഖ്യമന്ത്രിയുമായ MK സ്റ്റാലിനെ നേരിട്ട് കാണാനുള്ള അനുമതി തേടി അൻവർ ചെന്നൈയിലെത്തിയെങ്കിലും അനുവദിച്ചില്ല. DMKയുമായുള്ള സഖ്യനീക്കത്തിന് ആഗ്രഹം പ്രകടിപ്പിച്ച് സ്റ്റാലിന് കത്തയച്ചതിന് പിന്നാലെയായിരുന്നു ശ്രമം. എന്നാൽ സ്റ്റാലിൻ നേരിൽ കാണാൻ വിസമ്മതിച്ചു. ഇതോടെ സഖ്യനീക്കം ഉപേക്ഷിച്ച് അൻവർ മടങ്ങുകയായിരുന്നു. പിന്നാലെ PV അൻവറിനോട് താല്പര്യമില്ലെന്നും സഖ്യകക്ഷികളുടെ വിമതന്മാരെ പ്രോത്സാഹിപ്പിക്കില്ലെന്നും DMK വക്താവും മുൻ രാജ്യസഭാംഗവുമായ TKS ഇളങ്കോവൻ പരസ്യമായി പ്രഖ്യാപിച്ചു. കേരളത്തിലും തമിഴ്നാട്ടിലും ദേശീയതലത്തിലും CPIM സഖ്യകക്ഷിയാണ്. അത്തരമൊരു പാർട്ടിയുടെ വിമതനെ സഖ്യകക്ഷിയായി ഉൾപ്പെടുത്താൻ സാധിക്കില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. PV അൻവറുമായി ചെന്നൈയിൽ കൂടിക്കാഴ്ച നടത്തിയെങ്കിലും രാഷ്ട്രീയം ചർച്ചയായില്ലെന്ന് DMK NRI വിഭാഗം സെക്രട്ടറിയും രാജ്യസഭാ MPയുമായ പുതുകൈ അബ്ദുള്ളയും പ്രതികരിച്ചിരുന്നു. അൻവറും താനും ദീർഘകാല സുഹൃത്തുക്കളാണെന്നും സൗഹൃദ സംഭാഷണം മാത്രമാണ് ഉണ്ടായതെന്നും അൻവറിനെ പൂർണ്ണമായും തള്ളി പുതുകയും വ്യക്തമാക്കി. കേരളത്തിലെ CPIM-ഉം മുഖ്യമന്ത്രി പിണറായി വിജയനുമായി വളരെ അടുപ്പമുള്ള നേതാവാണ് സ്റ്റാലിൻ. BJPക്കും ഫാസിസ്റ്റുകൾക്കുമെതിരായ ഇന്ത്യ സഖ്യ മുന്നേറ്റത്തിലും കൈകോർക്കുന്ന സൗത്ത് ഇന്ത്യയിലെ പ്രമുഖ നേതാക്കളാണ് ഇരുവരും. തമിഴ്നാട്ടിലും CPIM-ഉം DMKയും തമ്മിൽ നല്ല ബന്ധത്തിലുമാണ്. ഇതിനിടയിലാണ് വിമത ശബ്ദവുമായി എത്തിയ അൻവറിനെ പൂർണ്ണമായും ഒഴിവാക്കി DMKയും സ്റ്റാലിനും തങ്ങളുടെ രാഷ്ട്രീയ നിലപാട് ആവർത്തിച്ചത്. കൈരളി ന്യൂസ്, ദില്ലി.